സ്ട്രോക്ക് വന്നാൽ നമ്മൾ ചെയ്യേണ്ട പരിശോധനകളും ചികിത്സകളും എന്താണെന്ന് നോക്കാം. സ്ട്രോക്ക് വന്നാൽ എത്രയും പെട്ടെന്ന് ഈ സ്ട്രോക്ക് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ ആദ്യം ചെയ്യേണ്ടത് ബ്ലഡ് ഷുഗറിൻ്റെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് നോക്കുക. ഷുഗർ നോർമലാണെങ്കിൽ രോഗി പിന്നീട് സ്കാനിങ് പരിശോധനകൾക്ക് വിധേയനാകേണ്ടതാണ്. ഇത് പ്രധാനമായും വരുന്നത് CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ. ഇതിനോടൊപ്പം തന്നെ CT അല്ലെങ്കിൽ MRI സ്കാൻ ഉപയോഗിച്ചുള്ള ആൻജിയോഗ്രാം ടെസ്റ്റ് കൂടി ചെയ്യുന്നു. ഇത്തരം സ്കാനിങ്ങിലൂടെ തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് ബുദ്ധിമുട്ട് വന്നതെന്നും ഏതെല്ലാം രക്തക്കുഴലുകളാണ് ബാധിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ചെറിയ രക്തക്കുഴലിനെയാണോ അതോ തലച്ചോറിൻ്റെ ഒരു വശം മൊത്തം സപ്ലൈ ചെയ്യുന്ന വലിയ രക്തക്കുഴലിനെയാണോ ബാധിച്ചിരിക്കുന്നതെല്ലാം ഈ സ്കാനിങ്ങിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരം ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കേണ്ടതുണ്ട്. സമയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സെക്കൻഡിലും ഏകദേശം 32,000-ഓളം തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നു, അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും 18 ലക്ഷത്തോളം കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എത്രയും വേഗം ചികിത്സ നൽകുന്നോ അത്രയും രോഗിക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടുന്നതാണ്. ചികിത്സ വേഗം തോറും കൂടുതൽ കോശങ്ങൾ നശിക്കുകയും രോഗിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ രോഗാവസ്ഥയിൽ നിന്നുള്ള റിക്കവറി വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യാറുണ്ട്. ഇതിനുള്ള ചികിത്സാ രീതികൾ പ്രധാനമായും 2 ചികിത്സാ രീതികളാണുള്ളത്. ഒന്ന് IV ത്രോംബോലൈസിസ്, രണ്ടാമത്തെ മെക്കാനിക്കൽ ത്രോംബെക്ടമി. ത്രോംബോലൈസിസ് ചികിത്സ ചെയ്യുന്നത് നമ്മുടെ കയ്യിലെ രക്തക്കുഴൽ വഴി രക്തക്കട്ട അലിയിക്കാനുള്ള മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ചെറിയ രക്തക്കുഴലാണ് തടസ്സം വന്നിരിക്കുന്നതെങ്കിൽ ഇത്തരം മരുന്ന് ഇഞ്ചക്ഷനിലൂടെ അത് മാറുകയും നല്ല രീതിയിലുള്ള റിക്കവറി കിട്ടാറുമുണ്ട്. പക്ഷേ വലിയ രക്തക്കുഴൽ, പ്രധാന കഴുത്തിൽ നിന്നും തലയിലോട്ട് പോകുന്ന പ്രധാന രക്തക്കുഴലുകളിലാണ് ഈ തടസ്സം വന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു മരുന്ന് കൊണ്ട് മാത്രം ഈ രക്തക്കട്ട അലിയാൻ സാധ്യത കുറവാണ്. ഇത്തരം വലിയ രക്തക്കുഴലെ ബാധിച്ചിരിക്കുന്ന സ്ട്രോക്ക് ആണെങ്കിൽ ഇതിന് ചെയ്യുന്ന ചികിത്സയാണ് ത്രോംബെക്ടമി എന്ന് പറയുന്ന ചികിത്സ. ഇത് ചെയ്യുന്നത് ആൻജിയോഗ്രാം എല്ലാം ചെയ്യുന്ന പോലെ തുടയിലെ രക്തക്കുഴൽ അല്ലെങ്കിൽ കയ്യിലെ രക്തക്കുഴലിലൂടെ ചെറിയ ഉപകരണങ്ങൾ ഈ അടഞ്ഞ രക്തക്കുഴലിലോട്ട് പാസ് ചെയ്ത് രക്തം തടസ്സം വന്ന ആ ക്ലോട്ട് അല്ലെങ്കിൽ തടസ്സം ഉണ്ടാക്കുന്ന രക്തക്കട്ട വലിച്ചെടുക്കുന്ന ചികിത്സയാണ് ത്രോംബെക്ടമി. ഇങ്ങനെ രക്തയോട്ടം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി നശിക്കുന്ന കോശങ്ങളെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റും. നശിച്ച കോശങ്ങൾ പുനരുജ്ജീവിക്കാൻ പറ്റില്ലെങ്കിലും ഇനി ബാക്കിയുള്ള ഇതേ രക്തക്കുഴൽ വഴി സപ്ലൈ ചെയ്യുന്ന ബാക്കി കോശങ്ങൾക്ക് വലിയ കേടുപാടുകൾ കൂടാതെ രോഗിക്ക് നല്ല രീതിയിലുള്ളൊരു റിക്കവറി ഈ രോഗത്തിൽ നിന്നും കിട്ടാറുണ്ട്. ഇത്തരം ചികിത്സ കഴിഞ്ഞാൽ ബാക്കിയുള്ള ചികിത്സകൾ, ഇപ്പോൾ ഇത് വരാനുള്ള കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. BP ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ, കൊളസ്ട്രോളിനുള്ള ചികിത്സ, കൂടാതെ വന്ന ബുദ്ധിമുട്ടുകൾ ശരിയാവാൻ കുറച്ച് സമയം എടുത്തേക്കാം, അതിനുള്ള ഫിസിയോതെറാപ്പി തുടങ്ങിയ ചികിത്സകളെല്ലാം ഇതിൻ്റെ ഭാഗമായി ചെയ്യേണ്ടതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ട്രോക്ക് വരികയാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ഇതിനുള്ള അവബോധം, ഏതൊക്കെ ലക്ഷണങ്ങളാണ്, എന്തെല്ലാം ലക്ഷണങ്ങൾ സ്ട്രോക്ക് കൊണ്ടാണ് വരുന്നത് എന്നെല്ലാം അറിഞ്ഞിരുന്നാൽ ഇത് എത്രയും പെട്ടെന്ന് ഈ രോഗം ഐഡൻറ്റിഫൈ ചെയ്യാനും ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ചികിത്സകളെല്ലാം ഉള്ള ഒരു സ്ഥലത്ത് ഒരു സമഗ്ര സ്ട്രോക്ക് ചികിത്സാ കേന്ദ്രത്തിൽ രോഗിയെ എത്രയും പെട്ടെന്ന് എത്തിക്കണം. അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ സമയം പാഴാക്കാൻ ഒരിക്കലും പാടില്ല. സമയം പാഴായാൽ ഈ രോഗത്തിൽ നിന്നുള്ള മുക്തി വളരെ താമസിച്ചായിരിക്കും, അല്ലെങ്കിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് രോഗനിർണയവും അത് കൂടാതെ എത്രയും പെട്ടെന്ന് ഈ സമഗ്രമായ സ്ട്രോക്കിനുള്ള ചികിത്സയുള്ള ആശുപത്രികളിൽ എത്തിക്കേണ്ടതും ആണ് ഇതിൻ്റെ പ്രധാന രോഗാവസ്ഥയിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി ചെയ്യേണ്ടത്.